നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പോലീസ് കുപ്പായം അണിഞ്ഞാൽ എന്തുമാകാമെന്ന ധാരണ പോലീസുകാർക്കിടയിലുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതുമല്ല. കാരണം അവരെല്ലാം നിയമം കൈകാര്യം ചെയ്യുന്നവരല്ലേ. അത്തരത്തിൽ തല്ലിയും ഉപദേശിച്ചും റോഡിലേക്ക് ഇറങ്ങി മാലാഖ കുപ്പായമിടുന്ന ഒരുപാട് പോലീസുകാരിൽ ഒരാൾ മദ്യപിച്ച പോലീസ് വാഹനത്തിൽ സഞ്ചരിച്ചത് കൂടാഞ്ഞും യുവാക്കൾ സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ച് നിർത്താതെ കടന്നു കളഞ്ഞിരിക്കുകയാണ്. മലപ്പുറം സ്റ്റേഷനിലെ SI ഗോപി മോഹനാണ് അത് ചെയ്തത്. നാട്ടുകാരും യുവാക്കളും പോലീസ് ജീപ്പ് ആണെന്നോ പോലീസ് ആണെന്നോ നോക്കിയില്ല, പിന്തുടർന്ന് SIയെ പിടിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു മലപ്പുറത്തെ മക്കരപ്പറമ്പിൽ പോലീസ് വാഹനം അപകടമുണ്ടാക്കിയത്. 3 യുവാക്കൾ സഞ്ചരിച്ച കാറിൽ ഇടിച്ച വാഹനം മറ്റൊരു ബൈക്കിനെയും ഇടിക്കാൻ ശ്രമിച്ചു. നിർത്താതെ പോയ പോലീസ് ജീപ്പ് തടഞ്ഞ നാട്ടുകാർ കണ്ടത് ബോധമില്ലാതെ വണ്ടി ഓടിക്കുന്ന പോലീസുകാരനെ. വണ്ടിയെടുത്ത് പോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല. പിന്നീട് മങ്കടയിൽ നിന്നും പോലീസ് എത്തി ഗോപി മോഹനെ അറസ്റ്റ് ചെയ്തു. കാറിൽ ഉണ്ടായിരുന്ന യുവാവിന് പരാതിയിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും ഗോപി മോഹനെതിരെ കേസെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മണ്ണടിച്ചു കൊടുക്കാൻ പറ്റില്ല. ആൾക്കാർ മണക്കുണ്ടോ? എവിടുക്ക ഞാൻ എവിടുക്ക പോണൂന്ന് ഇറങ്ങി ഇറങ്ങി സാറേ ഇറങ്ങി സാറേ ഇറങ്ങി. നിങ്ങളെ പേരെന്തേനു? ഇങ്ങനെ പോകാൻ പറ്റില്ല. സാറ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സാറ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ചാവി അമ്മടുത്താ പോകുന്നില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ വണ്ടിയിൽ ചാവില്ലല്ലേ? സാറ് അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങി. അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ ആരെടുത്ത് കൊണ്ടുപോകും? ഈ കണ്ടീഷനിൽ സാറ് വണ്ടി എടുത്തുകൊണ്ട് പോവോ? ഞങ്ങൾ ഞങ്ങത്തോട് കയറ്റി കൊണ്ടുവരും. നിങ്ങളെ ഡ്യൂട്ടി ഇല്ല സാറെ. പേരെന്താ? നിങ്ങളെ പേരെന്താ? എന്താ ഡ്യൂട്ടി നമുക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങളെ പേര് പറയും. സ്റ്റേഷനിൽ വേണ്ടിയാ? സ്റ്റേഷനിൽ വേണ്ടിയാ? മങ്കടത്തല്ല. മങ്കടത്തല്ല? ഇതെങ്ങനെ അറിഞ്ഞു സാറ്? ഡയറക്റ്റ് നമ്പറുണ്ട്. വിളിച്ചു പറയാം. വണ്ടി അപകടമുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടും ഇതുവരെ വകുപ്പ് തല നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതിപ്പോ സ്വാഭാവികമാണല്ലോ. റോഡിൽ നിയമം തെറ്റിക്കുന്നവരെ പിടിക്കാനിറങ്ങുന്ന പോലീസ് നിയമം തെറ്റിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യമാണ് ഇത്തരം പേക്കൂത്തുകളുടെ എല്ലാം അടിത്തറ. സാധാരണക്കാരന് മദ്യപിച്ച് വാഹനം ഓടിച്ചാലോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ഊതിക്കാനും പിഴ ചുമത്താനും ഭയങ്കര താല്പര്യമുള്ളവരാണിവർ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം പാളയത്ത് പോലീസിന്റെ കൺട്രോൾ റൂം വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു. നിയന്ത്രണം വിട്ട വാഹനം പോസ്റ്റിലിടിച്ചായിരുന്നു അപകടമുണ്ടായത്. കൺട്രോൾ റൂം ഉദ്യോഗസ്ഥനായിരുന്ന അജയ് കുമാറിനാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. 3 പേർ സഞ്ചരിച്ച വാഹനത്തിൽ മുൻപിലുണ്ടായിരുന്ന 2 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. പിറകിലിരുന്ന അജയ് കുമാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഇവിടെയും ജീവൻ നഷ്ടപ്പെട്ട പോലീസുകാരൻ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് നിയമം തെറ്റിച്ചാൽ സമൻസ് അയക്കാൻ ധൃതി പിടിക്കുന്ന ഇവരുടെ അടുത്തേക്ക് സമൻസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഖജനാവ് കാലിയാക്കും. അത്രത്തോളം നിയമലംഘനങ്ങൾ നിയമം ഉണ്ടാക്കുന്നവർ തന്നെ നടത്തുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനം നിർത്താതെ പോയാൽ ഡ്രൈവർക്കെതിരെ 10 വർഷം തടവ് എന്നൊരു നിയമം കേന്ദ്രം ഇറക്കിയത് നിലവിലുണ്ട്. SIക്ക് ഈ നിയമം ബാധകമാകുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതല്ല, ഈ നിയമമൊക്കെ സാധാരണക്കാരന്റെ വയറ്റ് തടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്ന് അറിയാനും താല്പര്യമുണ്ട്.